ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തേത് ഒരു ഷോപ്പിംഗ് വ്ളോഗും പിന്നെ എൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീയുമാണ്. ആദ്യം തന്നെ ഫേസിൽ ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്ലിപ്സ് ഞാൻ എടുക്കാൻ വിട്ടുപോയി. പിന്നീട് ഞാൻ അപ്ലൈ ചെയ്യുന്നത് സൺസ്ക്രീനാണ്. സൺസ്ക്രീൻ ഞാൻ നല്ല രീതിയിൽ തന്നെ ഇടാറുണ്ട്. അത് രാത്രിയായാലും പകലായാലും ഞാൻ ഇടാറുണ്ട്. രാത്രി നമുക്ക് ലൈറ്റിൽ നിന്നൊക്കെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നെക്സ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പൗഡറാണ്. നമ്മൾ നോർമലി എല്ലാവരും യൂസ് ചെയ്യുന്ന പൗഡറാണ്. ഇത് ഇരിക്കുന്നത് എൻജാൻഡറിൻ്റെ ആണെന്ന് തോന്നുന്നു. എൻജാൻഡറാണ്. അപ്പോൾ ജസ്റ്റ് ആ ഓയിലിയൊക്കെ ഒന്ന് മാറ്റി മാറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്ത് കൊടുക്കുന്നത്. പിന്നീട് ഞാൻ ഒരു പാക്കിൻ്റെ ഐബ്രോ പാലറ്റ് വെച്ചിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഫോണിൽ നോക്കി ഫില്ല് ചെയ്യാൻ നല്ല പാടാണ്. അതുകൊണ്ട് ഞാനൊരു ചെറിയ പോർഷൻ മാത്രമേ ഫില്ല് ചെയ്തായിട്ട് കാണിക്കുന്നുള്ളൂ. ബാക്കി ഞാൻ കണ്ണാടി പോയി ഫില്ല് ചെയ്തിട്ട് വരും. ഞാനങ്ങനെ അധികം കണ്ണെഴുതാറൊന്നുമില്ല. ജസ്റ്റ് ഒരു വാലിട്ട് കൊടുക്കാൻ വേണ്ടി ഡാസിലറിൻ്റെ ഐലൈനറാണ് എടുത്തിട്ടുള്ളത്. ഫോണിൽ നോക്കി എഴുതാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കണ്ണാടി പോയി എഴുതിയിട്ട് വന്നു. എന്നിട്ട് ഞാൻ ഫോറെവർ 50 ഒരു കാജൽ കൊണ്ട് കണ്ണ് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് മസ്കാര കൊണ്ട് കൺപീലിയൊക്കെ ഒന്ന് വിടർത്തി എടുത്തിട്ടുണ്ട്. NCS Tamil BGM. NCS Tamil BGM. NCS Tamil BGM. NCS Tamil BGM. അങ്ങനെ ഒരുവിധം ഞാൻ റെഡി ആയിട്ടുണ്ട്. ആദ്യം ഞാൻ മുടിയൊന്ന് അഴിച്ചൊക്കെ ഇട്ട് നോക്കി. പിന്നീട് എനിക്കത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഞാനൊന്ന് കുറേ സ്റ്റൈലൊക്കെ ഇങ്ങനെ വെച്ച് നോക്കിയതിന് ശേഷം ഞാൻ മുടി കെട്ടി വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് കാണാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ആറ്റുകാൽ ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒന്ന് ലുലു മാളിലും പോകണം. ലുലു മാളിൽ പോകുന്ന ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ടാണ്, എനിക്ക് കുറച്ച് സ്ട്രോബെറീസ് വാങ്ങണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ദൂരം പോകുന്നത്. പിന്നെ പോകുന്ന വഴിക്ക് നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നോർമലി ബ്ലോക്കൊന്നും ഇല്ലാത്ത സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് ആറ്റുകാൽ അല്ലെങ്കിൽ തമ്പാനൂർ എത്താൻ വേണ്ടിയിട്ട് ഏകദേശം 1 അവർ മതി. ഇത് ബ്ലോക്കും കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു 1.25-2 മണിക്കൂർ അടുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്നൊന്നും കഴിക്കാതെയാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ആര്യാസ് വെജ് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഓരോ മസാല ദോശയും നെയ്റോസ്റ്റ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാനും അനിയനും നെയ്റോസ്റ്റ് പറഞ്ഞു. എൻ്റെ ഫിയാൻസി പൂരി മസാലയോ അങ്ങനെ എന്താണ് പറഞ്ഞതെന്ന് തോന്നുന്നു. അങ്ങനെ എൻ്റെ ഫുഡെല്ലാം ഞാൻ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ബില്ലൊക്കെ പേ ചെയ്ത് നമ്മൾ ഇറങ്ങി. പിന്നെ ആറ്റുകാൽ ലൈറ്റ് കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയപ്പം ഭയങ്കര ബ്ലോക്കായിരുന്നു. പിന്നെ മഴയും കൂടെ ഉള്ളതുകൊണ്ട് ഭയങ്കര വെള്ളക്കെട്ടുമായിരുന്നു. അങ്ങനെ നമ്മൾ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തിട്ട് നേരെ ലുലു മാളിലോട്ട് പോയി. ലുലു മാളിലോട്ട് പോകേണ്ട ഏക ഉദ്ദേശം എന്നത് ഡൈസൺ വാങ്ങിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ റേറ്റൊക്കെ ഒന്ന് നോക്കുക എന്ന രീതിയിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പോയപ്പോൾ തന്നെ 10 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡൈസണൊക്കെ ക്ലോസ് ചെയ്തു. പിന്നെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോയി കുറച്ച് സ്ട്രോബെറീസൊക്കെ വാങ്ങി. ഞാൻ ഈ നല്ലതാണോ ചീത്തയാണോ എന്ന് നോക്കുന്നതാണിത്. ഭയങ്കര എക്സ്പേർട്ടൊന്നും അല്ല അങ്ങനെ നോക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിലും കാണുമ്പോൾ നമുക്കറിയാമല്ലോ നല്ലതാണോ അല്ല കൊള്ളത്തില്ലേ എന്നൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ ഞാൻ ഒരു 2-3 ടിൻ എടുത്തിട്ടുണ്ടായിരുന്നു. സ്ട്രോബെറി വാങ്ങാൻ വേണ്ടി മാത്രം ഞാൻ ലുലു മാളിൽ പോകണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഫിയാൻസി എന്നെ ഒരിക്കലും കൊണ്ടുവരത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് ഡൈസണും കൂടെ നോക്കാം എന്നൊരു രീതിയിൽ പുള്ളിക്കാരനെ കൂട്ടിയിട്ട് വന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ബില്ലൊക്കെ പേ ചെയ്ത് ഇറങ്ങി. അടുത്ത് കാറ് തപ്പിയുള്ള നടപ്പാണിത്. കാർ എവിടെ ഇട്ടെന്ന് ആർക്കും ഓർമ്മ. ഇത് കഴിഞ്ഞിട്ടുള്ള അങ്ങോട്ടുള്ള വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റില്ല ഗൈസ്, കാരണം എൻ്റെ ഫോണിൽ ഡെഡായി. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അതിൽ എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ഫിയാൻസി അല്ല, എൻ്റെ കസിൻ ബ്രദറാണ്. അപ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.